നമസ്കാരം. പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവിന് അടുത്ത ആഴ്ച വത്തിക്കാനിൽ തുടക്കം കുറിക്കും. ലോകമെമ്പാടും നിന്നുള്ള കർദിനാൾമാർ ഇപ്പോൾ ഇതിനായി വത്തിക്കാനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ എത്തിയിട്ടുള്ള കർദിനാൾമാരൊക്കെ തന്നെ പലതവണ പ്രാഥമികമായ യോഗം ചേർന്ന് കോൺക്ലേവിൻ്റെ നടത്തിപ്പിനെക്കുറിച്ചുള്ള അന്തിമ ധാരണയിലെത്തിയതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 80 വയസ്സിൽ താഴെ പ്രായമുള്ള കർദിനാൾമാർക്ക് മാത്രമേ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനായി വോട്ടവകാശം ലഭിക്കുകയുള്ളൂ. എന്നാൽ ഇപ്പോൾ ഒരു പുതിയ വിവാദം ഉയർന്നിരിക്കുകയാണ്. അതായത് ഒരു കർദിനാളിൻ്റെ പ്രായം സംബന്ധിച്ച് ഇപ്പോൾ വ്യത്യസ്തമായ 2 തീയതികൾ ലഭിച്ചതാണ് പ്രശ്നത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നത്. ആഫ്രിക്കയിൽ നിന്നുള്ള കർദിനാളായ ഫിലിപ്പ് ഔഡ്രോഗോയുടെ പ്രായമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രായം 2 രേഖകളിൽ 2 പ്രായമായിട്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. വത്തിക്കാൻ്റെ തന്നെ രേഖകളിൽ കഴിഞ്ഞ വർഷത്തെ ഇയർ ബുക്ക് അനുസരിച്ച് അദ്ദേഹത്തിന് 80 ദിവസം കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ വർഷത്തെ ഇയർ ബുക്ക് അനുസരിച്ചാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രായം 79. അപ്പോൾ ഇത് വലിയൊരു വിവാദത്തിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ്. കർദിനാൾ 1945 ജനുവരി 4-നാണോ ജനിച്ചത് അതോ ഡിസംബർ 30-നാണോ ജനിച്ചത് എന്ന കാര്യത്തിലാണ് ഇപ്പോൾ തർക്കമുയരുന്നത്. ആദ്യത്തെ തീയതി അനുസരിച്ചാണെങ്കിൽ അദ്ദേഹത്തിന് വോട്ടവകാശമില്ല. രണ്ടാമത്തെ തീയതി അനുസരിച്ചാണെങ്കിൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ കഴിയും. ഇവിടെ വരാൻ സാധ്യതയുള്ളൊരു പ്രശ്നം, ഈ കർദിനാൾ വോട്ട് ചെയ്യുകയും പിന്നീട് അദ്ദേഹത്തിന് പ്രായ കൂടുതലായിരുന്നു, വോട്ട് ചെയ്യാനുള്ള അവകാശം ഇല്ലായിരുന്നു എന്ന് തെളിയിക്കപ്പെടുകയും ചെയ്താൽ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്ത നടപടി തന്നെ അസാധുവായി പോകും എന്നുള്ളൊരു പ്രശ്നം അവിടെ അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വളരെ കൃത്യതയോടുകൂടി തന്നെ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ കോൺക്ലേവ് തീരുമാനിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മിക്കവാറും അദ്ദേഹത്തെ കോൺക്ലേവിൽ പങ്കെടുപ്പിക്കാൻ തന്നെ കഴിയുകയില്ല എന്ന നിലപാടിലേക്ക് എത്തിച്ചേരാനാണ് സാധ്യത. ഇതിന് മുഖ്യ ചുമതല വഹിക്കുന്നവർ സംബന്ധിച്ച് കൃത്യമായ നിലപാട് ഇനിയും അറിയിച്ചിട്ടില്ല എങ്കിൽ പോലും അങ്ങനെ തന്നെ ആയിരിക്കാനാണ് സാധ്യത. കാരണം പിന്നീടൊരിക്കൽ ഇദ്ദേഹത്തിൻ്റെ ജനന തീയതി സംബന്ധിച്ച് ഒരു അബദ്ധം കടന്നുകൂടിയാൽ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തുനിന്ന് റദ്ദാക്കപ്പെടുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. അത് വിശ്വാസികൾ ഒരിക്കലും അംഗീകരിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വളരെ കൃത്യതയോടുകൂടി അല്ലെങ്കിൽ അവധാനതയോടുകൂടി തന്നെ നിലപാടെടുക്കാനാണ് സാധ്യത. എന്നാൽ കർദിനാളിനും തൻ്റേതായ ന്യായങ്ങളുണ്ട് ഇക്കാര്യത്തിൽ. കർദിനാൾ പറയുന്നത് താൻ ജനിച്ചത് ബുർക്കിനോ ഫാസോയിലെ ഒരു കുഗ്രാമത്തിലാണ്. അവിടെ ആശുപത്രിയോ അതുപോലെ മറ്റൊരു തരത്തിലുമുള്ള സംവിധാനങ്ങളും ഇല്ലായിരുന്നു. തന്നെ പ്രസവിച്ചത് വീട്ടിലാണെന്നും ആ തീയതി സംബന്ധിച്ച് കൃത്യത ഇപ്പോഴും തനിക്കുമില്ല എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും ഇറ്റലിയിലെ പത്രങ്ങളൊക്കെ തന്നെ ഇത് വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് ഇപ്പോൾ നൽകുന്നത്. പലരും കർദിനാളിനെ കളിയാക്കുന്ന തരത്തിലും വാർത്തകൾ നൽകുന്നുണ്ട്. കോൺക്ലേവിൽ പങ്കെടുക്കാൻ വേണ്ടി പ്രായം മാറ്റിവെച്ചു എന്നൊക്കെയുള്ള വിചിത്രമായ തലക്കെട്ടുകളോട് കൂടിയാണ് ഇറ്റലിയിലെ പല പത്രങ്ങളും ഇക്കാര്യത്തിൽ വാർത്തകൾ നൽകിയിരിക്കുന്നത്. കൂടാതെ കർദിനാൾ ഔഡ്രോഗയെക്കുറിച്ച് ഉള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം കടുത്ത യാഥാസ്ഥിതികനാണ് എന്നുള്ളതാണ്. സ്വവർഗ അനുരാഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പുരോഗമനപരമായ നിലപാടിനെ എന്നും എതിർത്തിരുന്ന ഒരു കർദിനാൾ കൂടിയായിരുന്നു ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ അത്തരത്തിലും പല ഭാഗത്തു നിന്നും അദ്ദേഹത്തിന് എതിർപ്പ് വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. എങ്കിലും ഒരു കർദിനാളിൻ്റെ പ്രായം സംബന്ധിച്ച് ഇത്രയും കൃത്യതയില്ലാതെ എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇനിയും ആർക്കും മനസ്സിലായിട്ടില്ല. ഒരാളുടെ ജനനത്തീയതി എന്ന് പറയുന്നത് അയാളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സുപ്രധാന അവസരങ്ങളിൽ കൃത്യതയോടുകൂടി രേഖപ്പെടുത്തേണ്ട ഒന്നാണ്. പിന്നെ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന് ആർക്കും മനസ്സിലാകുന്നതുമില്ല. ഏതായാലും അടുത്ത ബുധനാഴ്ചയാണ് കോൺക്ലേവ് ആരംഭിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസവും റോമിൽ കർദിനാൾമാരൊക്കെ തന്നെ ഒത്തുകൂടിയിരുന്നു. ഈ യോഗത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കടുത്ത വിമർശകനായിരുന്ന ജർമ്മൻ കർദിനാൾ ഗൽഫാർഡ് ലുഡിക് മുള്ളർ തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. സഭയുടെ വിശ്വാസ രീതികൾ അനുസരിച്ച് മുന്നോട്ട് പോകുന്നയാൾ തന്നെയായിരിക്കണം പുതിയ മാർപ്പാപ്പ എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. മാത്രവുമല്ല, ഈ സഭയുടെ പഴയ കാല രീതികൾ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്ന ലിബറൽ ചിന്താഗതിക്കാർക്കെതിരെയൊക്കെ തന്നെ അദ്ദേഹം ആഞ്ഞടിച്ചിട്ടുണ്ട്. ഇവരുടെ സമ്മർദ്ദം പുതുതായി മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നും അദ്ദേഹം വാദിക്കുന്നുണ്ട്. സ്വവർഗ വിവാഹം ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി കടുത്ത വിയോജിപ്പ് പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചിരുന്ന കർദിനാൾ കൂടിയാണ് ഇദ്ദേഹം.